നമസ്തേ ഗുരുജി. നമസ്തേ. സോ ഇപ്രാവശ്യം ഒരു ചോദ്യം കൂടി ഉണ്ട് എനിക്ക്. യോഗ ചെയ്യാൻ വല്ല പ്രത്യേക സമയമുണ്ടോ? ദിവസത്തിൽ രാവിലെ ചെയ്യണോ, അല്ലെങ്കിൽ അത് നമുക്ക് വൈകുന്നേരം ചെയ്താൽ അധികം ഗുണം ഉണ്ടാവുമോ? അങ്ങനെ വല്ല പ്രത്യേക സമയവും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? യോഗ എവിടുന്ന് വന്നതാണ്? പ്രകൃതിയിൽ നിന്നാണ്, ഇല്ലേ? മനുഷ്യർ, എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ ഉത്ഭവമാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്. സൂര്യൻ ഉദിക്കും, അസ്തമിക്കും. ഈ വായു, ജലം ഒക്കെ പ്രകൃതിയാണ്, അല്ലേ? ഞങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണ്. പഞ്ചഭൂതങ്ങളാണ് ഞങ്ങളെ ശരീരവും. ഏത് ജീവജാലങ്ങൾ എടുത്താലും അവരും പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എലിമെന്റ്സ്: അഗ്നി, വായു, ആകാശ്, സ്പേസ്, വെള്ളം, ജലം, പൃഥ്വി, മാറ്റർ. അപ്പം ഞങ്ങളുടെ ശരീരത്തിൽ അഗ്നി എവിടെയുള്ളതെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോൾ ബോഡി അഗ്നിയാണ്. സംസാരിക്കുന്ന അഗ്നിയാണ്, നോക്കുന്നത് അഗ്നിയാണ്. ആ ജ്വാലം, എനർജി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ എനർജി എവിടുന്നാണ് വരുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. സൂര്യനില്ലെങ്കിൽ നാളെ ജീവിതമില്ല, പ്രകൃതിയിൽ ഒന്നുമില്ല. അപ്പം ആ പ്രകൃതിയാലുള്ള ഒരു ഊർജമാണ് നമ്മളെല്ലാവരുടെ ശരീരത്തിലും പോകുന്നത്. അപ്പം ആർ വി റിലേറ്റഡ് ടു ദ നേച്ചർ? വെരി മച്ച്. സോ പ്രകൃതിയുടെ നിയമമാണ് ഒക്കെ നിയമം. ഓക്കെ. രാവിലെ സൂര്യൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ നീ ഇന്ന് വരണ്ട, നീ നാളെ വന്നോളൂ? പറയാൻ പറ്റും? ഇല്ല. സൂര്യൻ എന്നും ജ്വലിക്കുന്ന ഒരു അഗ്നിയാണ്. ഭൂമിയാണ് തിരിയുന്നത്, ഓക്കെ, ഇല്ലേ? ഇപ്പം ഞാനിപ്പം ഭൂമിയിൽ ഒരു ഭാഗത്ത് ജീവിക്കുമ്പോൾ ആ സ്ഥലത്താണ് സൂര്യൻ ഉദിക്കുന്നത്. അതുകൊണ്ടാണ് ഉദയം, അസ്തമനം. യു അണ്ടർസ്റ്റാൻഡ്? ഈ സയൻസ് എന്താണ്? ഹാർമണൈസിങ് ആണ്. അപ്പം രാവിലെ എണീച്ചാൽ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അതിന് പണ്ട് കാലങ്ങളിലും ഇപ്പോഴും പറയുന്നത് ബ്രഹ്മമുഹൂർത്തം. വെച്ചാൽ എത്രയും ജാസ്തി ചൈതന്യം ഉള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അന്ന് അത് ഓക്സിജൻ അല്ല, ഓസോൺ ലെയറാണ്, O3. അപ്പം രാവിലെ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പ്രാണവായു അത്രയും അധികം നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അതുകൊണ്ടാണ് ആ പ്രകൃതിയിൽ ആ സമയത്തിന് പ്രാധാന്യം. അപ്പം അത് ചെയ്തിട്ടില്ല, ഇനി ഇന്ന് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ശരീരം ജീർണിക്കൂലേ? അപ്പം ചെയ്യാൻ പറ്റിയാൽ നല്ലത്, ഇല്ലെങ്കിൽ ചെയ്തോളൂ, സമയം പറ്റണ സമയം. യു അണ്ടർസ്റ്റാൻഡ്? അതേപോലെ ആഹാരം കഴിക്കുന്നത്, ഈ പഞ്ചപ്രാണൻ ഭൂമിയിലുള്ള അവസ്ഥയിലാണ് ഞങ്ങളും കണക്റ്റഡാണ്. ഈ പഞ്ചപ്രാണൻ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന വായു 5 തരങ്ങളാണ്. 5 types: ഉദാന, പ്രാണ, സമാന, അപാന, വ്യാന. ഉദാന എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ശ്വാസത്തിൽ നിന്ന് ഒരു ലിങ്ക് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് കോൺഷ്യസ്നെസ്. വേറൊരു ലിങ്ക് ലങ്സിനെ ഹാർട്ടിനെ ഓപ്പറേറ്റ് ചെയ്യും. വേറൊരു എനർജി സമാന എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് പ്രോസസ്സസിനെ ഓപ്പറേറ്റ് ചെയ്യും. അപാന എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ, സർക്കുലേഷൻ. ഇനി ഏതൊരു മനുഷ്യനായാലും ലോകത്ത് എവിടെയായാലും കണ്ണടക്കും, കണ്ണ് തുറക്കും, ഹിക്കപ്സ് വരും, തുമ്പല് എല്ലാം ചെയ്യും. അതിനും പേരുണ്ട്, സബ് ഡിവിഷൻസ്. നാഗ, കൂർമ, കൃക്കറ, ഞങ്ങൾക്ക് വിശപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ കൃക്കട, ദേവദത്ത ഉറക്കിന്, ധനഞ്ജയ. ഇപ്പൊ എന്തൊന്നും ജീർണിച്ചു പോകുന്നത് ആ ധനഞ്ജയ കറണ്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ ശരീരത്തിൽ വി ഹാവ് മില്യൺസ് ഓഫ് സെൽസ്. എല്ലാ ദിവസവും
our cells are getting decayed. But fresh cells has to come. Replaced. ആ ഫ്രഷ് സെൽസിന് നല്ല റോ മെറ്റീരിയൽ ആയാൽ എങ്ങനെയാ ശരീരം നന്നാകുക? ആ റോ മെറ്റീരിയലിന്റെ ബേസിക്സ് എന്താണ്? പ്രാണവായു. അത് ശ്വസിക്കാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവില്ലെങ്കിൽ സെൽസ് വേഗം ജീർണിക്കും. പിന്നെ വരുന്ന സെൽസിനും ശക്തി ഉണ്ടാവില്ല. അങ്ങനെയാണ് ശരീരം ഓരോ കാലക്രമേണ നശിച്ച് പോകുന്നത്. യോഗ ചെയ്യുമ്പോൾ ചില ആൾ പറയും, ഇപ്പം എനിക്ക് നല്ല ഊർജ്ജം. എന്തുകൊണ്ട്? നിന്റെ റോ മെറ്റീരിയൽ സെലക്ഷൻ ഇപ്പം നന്നായി. Quality is improving. You're breathing well. You're drinking water well. Your activities are good. So automatically a tejas, ആ സൂര്യപ്രകാശം അവനവൻ്റെ ശരീരത്തിൽ കാണാം. മനസ്സിലായില്ലേ? Perfect. That is why ഞങ്ങൾ പ്രകൃതിയാൽ ഉള്ളതാണ്. ഉത്ഭവം പ്രകൃതിയാണ്, നമ്മുടെ ശരീരം പ്രകൃതിയാണ്. പിന്നെ പ്രകൃതിയിൽ നിന്ന് മാറിപ്പോയി രാത്രി 10 മണിക്ക് ബിരിയാണി കഴിക്കുക, 12 മണിക്ക് 1 മണിക്ക് ഉറങ്ങുക, രാവിലെ 10 മണിക്ക് എണീച്ചാൽ നിന്റെ ശരീരം ജീർണിക്കൂലേ? ബിക്കോസ് നീ നിൽക്കുന്ന നിന്റെ ലോകത്തല്ല, പ്രകൃതിന്റെ ലോകത്താണ്. അപ്പൊ നീ പ്രകൃതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോയാൽ നിന്റെ ശരീരം ജീർണിച്ചു പോകും. അതിന് പ്രകൃതി ഉത്തരവാദിയല്ല. അതിൻ്റെ നിയമങ്ങളാണ് എറ്റേണൽ ട്രൂത്ത്സ്. അതിനാണ് ഞങ്ങൾ ഈ അറിവിന് പറയുന്നത് സനാതന, എറ്റേണൽ റൂൾസ് ഓഫ് നേച്ചർ. ആ പ്രകൃതി നിയമങ്ങളാണ് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിനെ വ്യക്തിത്വം ഉണ്ടാക്കുക. ശരീരം നല്ല ശക്തി ഉണ്ടാക്കുക, ഊർജം, ബ്രെയിൻ നല്ലോണം ഫങ്ഷൻ ചെയ്യും, ക്ലാരിറ്റി ഉണ്ടാവും, റിലാക്സേഷൻ ഉണ്ടാവും. ഒക്കെ ആ സമയത്തിനും ആ ഒരു രീതിയിലുള്ള ആഹാരവും ഇതൊക്കെ തന്നെയാണ് ബാലൻസിങ്ങിന് വേണ്ടുന്ന ഏറ്റവും പ്രാധാന്യമായ ഒരു ഘടകം. സോ കോംപ്ലിമെൻറ്റിങ് സോ നമ്മൾ ഫിസിക്കൽ പാർട്ട് ചെയ്യുമ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും. വെരി ഗുഡ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ അധികം എക്സസൈസ് ചെയ്യുമ്പം നിങ്ങൾ കാണാം അധികം ശ്വാസം എടുത്ത് വായിൽ പുറത്ത് വിടും. പിന്നെ ശ്വാസത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ബട്ട് യോഗിക് പ്രാക്ടീസസിൽ ഏത് ആസന, ഏത് പോസ്ചറും ചെയ്യുമ്പം ഇപ്പം ഈ അറിവ് എവിടെ നിന്ന് വന്നതാണ്? പ്രകൃതിയാണ് ഗുരു, അല്ലാണ്ട് വേറെ ഗുരുക്കന്മാരൊന്നുമല്ല. ഒബ്സർവിങ് ദ 82,000 സ്പീഷീസ് ഓഫ് നേച്ചർ, 84 postures came into Hatha. Hatha means Ha and Tha. Ha എന്ന് പറഞ്ഞാൽ moon, Tha എന്ന് പറഞ്ഞാൽ sun. Moon means cold, sun means heat. നമ്മുടെ ശരീരം കോൾഡ് ആൻഡ് ഹീറ്റിൻ്റെ കോമ്പിനേഷനാണ്. അത് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥത, ഇംബാലൻസസ് വരും. അതുകൊണ്ടാണ് അതിന് ഹത്ത യോഗ എന്ന് പറയുന്നത്, ശരീരം. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ബെസ്റ്റ് ഇഫ് പോസിബിൾ രാവിലെ ചെയ്യാൻ പറ്റിച്ചാൽ ചെയ്യുക, അല്ലെങ്കിൽ ദ ലീസ്റ്റ് വി ക്യാൻ ഡു ഈസ് എപ്പോഴാണ് പറ്റിച്ചാൽ ഓൺലി തിങ് ആഹാരം ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് വെക്കണം. അതെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചെയ്യാം. യു ക്യാൻ ഡു ടു ഹാവ് എ ഗ്യാപ്പ്. ദാറ്റ്സ് വെരി വെരി എസെൻഷ്യൽ. സി, അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ആരും നിങ്ങളെ ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് യുവർ പേഴ്സണൽ ടൈം. ഈവനിങ് കുറേ ഗസ്റ്റ്, കുട്ടികൾ, പഠിപ്പ്, വീട്, പ്രശ്നങ്ങൾ, ഓഫീസ് ലേറ്റ്, അങ്ങനെ പോയാൽ അത് ആ കട്ടായി പോകും. രാവിലെ അത് ചെയ്താൽ അത് കഴിഞ്ഞു. ഫ്രഷ്. പെർഫെക്റ്റ്. താങ്ക് യു ഗുരുജി. വെൽക്കം. 10 മിനിറ്റ്.